പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ആലുവയിലാണ്. ആലുവയിൽ അശോകപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ട് വരുന്നൊരു വില്ല പ്രോജക്റ്റ് ആണ്. നേരെ കാണുന്നത് ബസ് റൂട്ടാണ്. മാത്രമല്ല 5 മീറ്റർ വൈഡ് റോഡ് വന്നിട്ടുണ്ട്. ഒരു സെക്യൂരിറ്റി ക്യാബിൻ വരുന്നുണ്ട്. പാം ട്രീസൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് വില്ല ഒരുക്കിയിട്ടുള്ളത്. 58ഓളം വില്ലകൾ വരുന്ന ഒരു പ്രോജക്റ്റും കൂടിയാണ്. അതിനകത്ത് 3 സെൻറ്റും 900 ലിങ്ക്സ് വരുന്ന ഭൂമിയിൽ 2100 സ്ക്വയർ ഫീറ്റിൻ്റെ 4+ യൂട്ടിലിറ്റിയാണ് ഇന്ന് നമ്മൾ കാണാൻ വന്നുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9.5 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകുന്നതാണ്. മാത്രമല്ല റെയിൽവേ സ്റ്റേഷനിലേക്കും, അതായത് മെട്രോ സ്റ്റേഷനിലേക്ക് 4 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് 4 കിലോമീറ്റർ തന്നെയാണ് ദൂരം വരുന്നത്. ഈസി ആയിട്ട് നമുക്ക് ഇവിടുന്ന് എയർപോർട്ടിലേക്കും പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ലൊരു ഏരിയയിൽ നല്ലൊരു ഗേറ്റഡ് വില്ലയുടെ അകത്ത് ഭംഗിയുള്ളൊരു വീടിൻ്റെ കാഴ്ചയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുള്ളത്. ആദ്യം നമുക്കിനി ഇതിൻ്റെ എലിവേഷൻ ഒന്ന് കാണാം. നേരെ നമ്മൾ കോമ്പൗണ്ടിനകത്തേക്ക് വരികയാണ്. സ്ലൈഡിംഗ് ഗേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഡിസൈനിലുള്ള ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഫോൾഡിംഗ് ഗേറ്റ് വരുന്നുണ്ട്. വീടിൻ്റെ മുഖദർശനം വരുന്നത് ഈസ്റ്റിലേക്കാണ്. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് കിണർ വന്നിട്ടുണ്ട്. ബാംഗ്ലൂർ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും ആണ് വന്നുള്ളത്. വലിയൊരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്തുണ്ട്. ഡോർ തുറന്നാലും കൺജസ്റ്റഡ് ആവാത്ത രീതിയിൽ അതിന് തൂണ് കാര്യങ്ങളുടെ വിടുത്തൊക്കെ കണക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു ബ്രിക്കിൻ്റെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗം വരുന്നത് നോർത്ത് ഭാഗമാണ്, ഈ ഭാഗം വരുന്നത് ഈസ്റ്റ് ഭാഗം. അപ്പോൾ നോർത്ത് ഈസ്റ്റ് കോർണറിൽ കിണർ വന്നിട്ടുണ്ട്. നല്ല വെള്ളം കിട്ടുന്ന ഏരിയയാണ്. വെള്ളത്തിനകത്ത് മോട്ടർ എടുക്കണം, നമുക്ക് കിച്ചണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാം. ഈ ഭാഗം നോർത്ത് സൈഡാണ്. നോർത്ത് സൈഡിൽ ഇത്രയും സ്പേസ് കൊടുത്തിട്ടുണ്ട്. ചരലാണ് നിറച്ചിരിക്കുന്നത്. ചെറിയ ചെടികളൊക്കെ നടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പോർച്ചിനകത്തായിട്ട് ഇലക്ട്രിക് പോയിന്റ് വരുന്നുണ്ട്, പവർ പോയിന്റ് വരുന്നുണ്ട്. ഇനി ഒരു വാഹനം കൂടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്തുണ്ട്. ഇവിടെയും കൂടി ഒരു ചെറിയ വണ്ടി ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൗത്ത് സൈഡിലേക്ക് വരാം. സൗത്ത് സൈഡിലും ധാരാളം സ്പേസ് കൊടുത്തിട്ടുണ്ട്. ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. ഇവിടെയും ചെടികൾ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിനകത്തേക്ക് കയറാം. സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റിൽ തന്നെയാണ് വന്നുള്ളത്. വീടിൻ്റെ ഡോറിൻ്റെ ദർശനം വരുന്നത് നോർത്തിലേക്കാണ്, അതായത് വടക്കോട്ടാണ്. 2 പീസ് ഡോറാണ് വന്നുള്ളത്. നല്ല മരത്തിൽ തീർത്ത 2 പീസ് ഡോറ് വന്നിട്ടുണ്ട്. നല്ല ഡിസൈന് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം കട്ടിലയുടെ വീതിയൊക്കെ നല്ല വലിപ്പമുള്ള കട്ടില തന്നെയാണ്, പാനൽ ചെയ്തേക്കുന്നതല്ല. അപ്പോൾ നല്ല മരത്തിൽ തീർത്ത ഡോറ് കൊടുത്തിട്ടുണ്ട്. ഡോറിൻ്റെ ദർശനം വരുന്നത് നോർത്തിലേക്കാണ്. നേരെ ലിവിങ്ങിലേക്ക് വരാം. നല്ലൊരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് കോർണർ സെറ്റ് ഇടാവുന്നതാണ്. ഇവിടെയായിട്ട് ഒരു 2 സീറ്ററും ഇവിടെയായിട്ട് ഒരു 3 സീറ്ററും നമുക്ക് ഇടാം. ഇവിടെ ഒരു കോർണറും വരും. ഒരു ടീപ്പോയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മേഖല ഭംഗിയായിട്ട് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ടി യൂണിറ്റ്. ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ 2 പാർട്ടായിട്ട് നമുക്ക് TV യൂസ് ചെയ്യാവുന്നതാണ്. അതായത് ഡൈനിങ്ങിലും ലിവിങ്ങിലും ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല രീതിയിൽ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസ് ധാരാളം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് വരാം. എൻട്രൻസ് ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന സ്റ്റെയറിൻ്റെ ഭാഗം വളരെ ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഡൈനിങ് ഏരിയയിലാണ്. നല്ലൊരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൺജസ്റ്റഡ് ആവില്ല. ഈ ഭാഗം വരുന്നത് സൗത്ത് സൈഡാണ്. 3 പാളി ജനലും കൊടുത്തിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന സ്റ്റെയറിനടിയിലാണ് വാഷ് ഏരിയ വന്നുള്ളത്. അത് വാഷ് കൗണ്ടർ, നല്ല വലിപ്പമുള്ളൊരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. സെറയുടെ വാഷ് ബേസിനാണ് വന്നുള്ളത്. സെറയുടെ ഫിറ്റിങ്സ് തന്നെയാണ്. ഫുള്ള് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ ഇനി ഒരു മിററും ലൈറ്റും വരാനുണ്ട്. ഇനി താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റെയറിനടി ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇൻവെർട്ടർ വയ്ക്കാവുന്നതാണ്. നേരെ നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഈ കിച്ചണിലേക്ക് പോകുന്ന എൻട്രൻസ് 2 ബെഡ്റൂമിലേക്ക് പോകുന്ന എൻട്രൻസിനോട് ചേർന്ന് തന്നെയാണ്. അപ്പോൾ അവിടെയായിട്ട് ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അതിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ്സ് കുറച്ചും കൂടി റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. നേരെ നമ്മൾ കിച്ചണിലേക്കാണ് വരുന്നത്. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് ഇത് നോർത്ത് സൈഡ്, വെസ്റ്റ് സൈഡ്. അപ്പോൾ നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. ഈസ്റ്റിലേക്ക് നമുക്ക് പാചകം ചെയ്യാവുന്ന രീതിയിൽ ഫുഡും ഹോബും അറേഞ്ച് ചെയ്യാം. അപ്പം കിഴക്കോട്ട് പാചകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫുഡും ഹോബും ഈ ഭാഗത്തേക്ക് വെച്ചിരിക്കുന്നത്. അത് ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. താഴെയും ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു L ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. ഇതിന് വീതി ഇത്തിരി കൂടുതലാണ്. സ്ലാബിന് വീതി കൂടുതലാണ്. 2.5 അടിയോളം വീതി വന്നിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ സിങ്ക് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള സിങ്ക് വന്നിട്ടുണ്ട്. 2 ടാപ്പ് വന്നിട്ടുണ്ട്. സെറയുടെ ടാപ്പ് തന്നെയാണ്. 3 പാളി ജനലും വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗത്ത് ഒരു ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി വർക്ക് ഏരിയ ചെയ്യാനായിട്ട് ഇവിടെ സ്പേസ് ഉണ്ട്.
തറനിരത്തിൽ നിന്ന് വരുത്തി കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ഷീറ്റ് ഇട്ട് കവർ ചെയ്ത് 2 സൈഡ് ഡോർ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വർക്ക് ഏരിയ നമുക്കിവിടെ കിട്ടും. ഇവിടെ ഒരു സ്ലാബും കാര്യങ്ങളൊക്കെ കൊടുക്കാനും പറ്റും. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോകാം. മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. നമ്മളിപ്പോൾ സൗത്ത് വെസ്റ്റ് കോർണറുള്ള ബെഡ്റൂമിലാണ്. ഇത് സൗത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡ്. അപ്പോൾ സൗത്ത് വെസ്റ്റ് കോർണറായിട്ട് വരും. ഇതിൻ്റെ നീളം 12.5 അടിയോളം നീളം വരുന്നുണ്ട്, 12 അടിയോളം വീതിയും വരുന്നുണ്ട്. നിങ്ങൾ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റിൽ വരുന്നുണ്ട്. കബോർഡ് ആണെന്നുണ്ടെങ്കിലും 2 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിലും ഒരു ഡ്രസ്സിംഗ് ടേബിളും ഒക്കെ കൊടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നേരെ ബാത്റൂം ഒന്ന് നോക്കാം. ഫുൾ സിറേണ ഫിറ്റിങ്സ് ആണ് വന്നുള്ളത്. നല്ലൊരു വാഷ് ബേസിൻ വന്നിട്ടുണ്ട്, സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്, മേലെ റെയിൻ ഷവർ വന്നിട്ടുണ്ട്, ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഫുൾ സീൽ ചെയ്തിട്ട് സീലിംഗിൽ നിന്നാണ് ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഭംഗിയായിട്ട് അത് കവർ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ആയിട്ട് എക്സോസ്റ്റ് ഫാൻ വെക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പം നല്ലൊരു ബാത്റൂം നമുക്കിവിടെ കിട്ടി. താഴെ ഒട്ടിച്ചിരിക്കുന്നത് മാറ്റ് ടൈല്, ഭിത്തി വന്നിരിക്കുന്നത് ഗ്ലോസിയാണ്. ഫൈബർ ഡോറും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വന്നുള്ളത്. താഴെ ഇതിന് 2 ബെഡ്റൂമാണ്. ഇതിൻ്റെ നീളം വരുന്നത് 11 അടി, വീതി വരുന്നത് 10 അടിയാണ്. ഭംഗിയായിട്ട് കബോർഡ് ചെയ്തിട്ടുണ്ട്, ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്, മേലെ ഭംഗിയായിട്ട് സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഈസ്റ്റ് സൈഡാണ്, 3 ഫ്രഞ്ച് വിൻഡോസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഒരു ബെഡ്റൂം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഒന്ന് നോക്കാം. വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്, മിററും ലൈറ്റും വരാനുണ്ട്, ഡൈവേർട്ടർ വന്നിട്ടുണ്ട്, റെയിൻ ഷവർ വന്നിട്ടുണ്ട്, സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. പിന്നെ ഹീറ്ററിൻ്റെ പോയിന്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭംഗിയായിട്ട് ബാത്റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അപ്സ്റ്റെയറിലേക്ക് പോവാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്, സ്റ്റീലിൻ്റെ ഹാൻഡിലാണ്. നേരെ മേലേക്ക് കയറാം. ട്വിസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല, സ്ട്രെയിറ്റ് ആയിട്ട് കയറാം. അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് കയറുന്നതിന് മേലെയായിട്ട് ഭംഗിയായിട്ട് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്, LED ലൈറ്റിൽ വരുന്നുണ്ട്. നേരെ നമുക്ക് ലിവിംഗ് സ്പേസ് കാണുന്നതിന് മുമ്പ് ബെഡ്റൂമിലേക്ക് ഒന്ന് പോവാം. താഴെ കൊടുത്തിരിക്കുന്ന അതേ സൈസിലുള്ള ബെഡ്റൂം തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 12.5 അടി നീളം വന്നിട്ടുണ്ട്, 12.5 അടി തന്നെ വീതിയും വന്നിട്ടുണ്ട്. അപ്പം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഇത് സൗത്ത് വെസ്റ്റ് കോർണറിൽ തന്നെയാണ്. ഭംഗിയായിട്ട് കബോർഡ് ചെയ്തിട്ടുണ്ട്. താഴത്തിൽ നിന്നും വലിപ്പമുള്ള കബോർഡാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയായിട്ട് ഡ്രസ്സിംഗ് ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് ബാത്റൂമിലേക്ക് ഒന്ന് വരാം. നല്ല വലിപ്പമുള്ള ബാത്റൂമാണ്. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ് വരാനുണ്ട്. ഇനി ഇവിടെയായിട്ട് സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്. 2 ടാപ്പും ഷവർ കോക്കും റെയിൻ ഷവറും വന്നിട്ടുണ്ട്. ഹീറ്റിൻ്റെ പോയിന്റും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ഒരു ബാത്റൂം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. താഴത്തെ അതേ പൊസിഷനിൽ തന്നെയാണ് വന്നുള്ളത്. 11 അടി നീളവും 10 അടി വീതിയും വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിലും ചെയ്തിട്ടുണ്ട്. കബോർഡ് താഴത്തെ അതേ കബോർഡ് തന്നെയാണ് വന്നുള്ളത്. നമുക്കിനി ഇതിൻ്റെ ബാത്റൂം ഒന്ന് നോക്കാം. വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്, മിറർ ലൈറ്റ് വരാനുണ്ട്, 2 ടാപ്പ്, ഷവർ കോക്ക്, റെയിൻ ഷവർ വന്നിട്ടുണ്ട്, സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ്. ഹീറ്ററിൻ്റെ പോയിന്റ് കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. മാറ്റ് ടൈലാണ് വന്നുള്ളത്. ഭിത്തി വന്നിരിക്കുന്നത് ഗ്ലോസിയാണ്. പിന്നെ ഫൈബർ ഡോറ്, നല്ല ഡിസൈനിലുള്ള ഡോറ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മേലത്തെ 2 ബെഡ്റൂം കണ്ടു. ഇനി നമുക്ക് യൂട്ടിലിറ്റിയിലേക്ക് ഒന്ന് പോവാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ ആണ്. നല്ല വലിപ്പമുണ്ട് യൂട്ടിലിറ്റി ഏരിയക്ക്. ഫുള്ളി കവേർഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒന്ന് ലാൻഡ് ചെയ്തിട്ട് ഒന്ന് കറങ്ങി കയറാവുന്ന രീതിയിലാണ് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിട്ടുള്ളത്. ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇത്രയും സ്പേസ് കിട്ടിയിട്ടുണ്ട്. 2x2 മാറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ആ ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലിവിങ് സ്പേസിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ അപ്പർ ലിവിങ് സ്പേസിലാണ് വന്നുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് ഭംഗിയായിട്ട് ടി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. സൗത്ത് സൈഡാണ്, ഈസ്റ്റ് സൈഡാണ്. അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഭാഗമായിട്ട് വരും. അപ്പോൾ നല്ലൊരു സ്പേസ് കിട്ടിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ സോഫ സെറ്റീസ് ഒക്കെ ഇടാവുന്നതാണ്. പിന്നെ ഈ ഭാഗത്തായിട്ട് നല്ലൊരു ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെടികളൊക്കെ വെക്കാവുന്നതാണ്. മാത്രമല്ല ഇത് ഓപ്പണിംഗ് ആണ്. അത് ഇവിടെ ആയിട്ട് ഒരു ഗ്ലാസ് വരാനുണ്ട്. അപ്പം ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന വർക്കാണത്. സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ബാൽക്കണിയിലേക്ക് വരാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ബാൽക്കണിയിലാണ് നിൽക്കുന്നത്. കിഴക്കോട്ട് ദർശനമായിട്ടാണ് ബാൽക്കണി വന്നിട്ടുള്ളതും. മാത്രമല്ല ഇതിൻ്റെ ബാൽക്കണിക്ക് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. സൈഡിൽ മണ്ണ് നിറച്ചിട്ട് ഇവിടെ തന്നെ ചെടികൾ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഫ്രണ്ട് എലിവേഷൻ്റെ ഭംഗി കുറച്ചും കൂടി കൂടുകയും ചെയ്യും. പിന്നെ ഫ്രണ്ടിലായിട്ട് സ്റ്റീലിൻ്റെ ഹാൻഡിൽ വരുന്നുണ്ട്, ടഫിൻ്റെ ഗ്ലാസും വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ ധാരാളം ചെടികൾ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞും സ്പേസ് കൊടുത്തിട്ടുണ്ട്. തറയിലൊട്ടിച്ചിരിക്കുന്ന ടൈലാണെന്നുണ്ടെങ്കിൽ അകത്തൊട്ടിച്ചിരിക്കുന്ന സെയിം ടൈൽ തന്നെയാണ് വന്നുള്ളത്. മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റിൽ വരുന്നുണ്ട്, പ്രൊഫൈൽ ലൈറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഭംഗിയുള്ളൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം.
3 സെൻറ്റ് 900 ലിങ്സ് ലാൻഡ് വരുന്നുണ്ട്. 2100 സ്ക്വയർ ഫീറ്റിൻ്റെ 4+ യൂണിറ്റാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇതിന് ചോദിക്കുന്ന വില 87 ലക്ഷം രൂപയാണ്. ചോദിക്കുന്ന വിലയാണ്, വില നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയൊരു പ്രോജക്റ്റും കൂടിയാണ്. കാരണം എയർപോർട്ട് അടുത്ത് വരുന്ന ഒരു പ്രോജക്റ്റും കൂടിയാണ്. ഇവിടെ നമുക്ക് ഈസി ആയിട്ട് മെട്രോയിലേക്ക് പോകാൻ പറ്റും, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ പറ്റും. കാക്കനാട്, എടപ്പള്ളി, അതുപോലെ കളമശ്ശേരി ആയിട്ടൊക്കെ വളരെ അടുത്തുള്ളൊരു സ്ഥലവും കൂടി ആയതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയൊരു പ്രോജക്റ്റും കൂടിയാണ്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ മടിക്കാതെ തന്നെ കോൺടാക്ട് ചെയ്തോളൂ. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.